സമൂഹത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാവണം. നോളജ് അല്ലെങ്കിൽ വിസ്ഡം പകർന്നു കൊടുക്കുക എന്ന പരിപാവനമായ പ്രോസസ്സാണ് അവിടെയെല്ലാം നടക്കുന്നത്. നാളെയുടെ പൗരന്മാരെ മോൾഡ് ചെയ്യുന്ന മോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ പോർട്ടേഴ്സ് ആണ് ഓരോ അധ്യാപകനും അധ്യാപികയും. അല്ലാതെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ നേതാക്കളോ രാജാക്കന്മാരോ അല്ല. തനിക്കൊട്ടും സ്പേസ് ഇല്ലാത്തടുത്ത് ഇടിച്ചു കയറി ഇന്റർഫിയർ ചെയ്ത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു യുവാവിന്റെ, ഒരു മനുഷ്യന്റെ 5 വർഷത്തെ പ്രയത്നത്തെ, സ്വപ്നത്തെ ഒരു പേയുമില്ലാതെ വളരെ പരുഷവും നീചവുമായി ചുരുട്ടി മടക്കി കാട്ടിക്കൂട്ടിയ ഒരു പരാക്രമമുണ്ടല്ലോ, ഇത് അധാർമികവും പെരുമാറ്റ വൈകല്യവുമാണ്. വികൃതമായ ചിന്തയുടെയും മനോഭാവത്തിന്റെയും നേർക്കാഴ്ചയാണിത്. യഥാർത്ഥത്തിൽ ഇതൊരു ഫോബിയാണ്. കാലാകാലങ്ങളായി കാഴ്ചവെച്ചിൽ കിടന്ന് ചവിട്ടി മെതിക്കപ്പെട്ടവരുടെ തലമുറ തങ്ങൾക്കൊപ്പം വിജ്ഞാനത്തിന്റെ വിഹാരത്തിൽ കണ്ടുമുട്ടേണ്ടി വരുന്നതിന്റെ പേര്, ഉത്കണ്ഠ, ഫ്രസ്ട്രേഷൻ. ഈ ഭ്രാന്താലയത്തിന് ഇനി എന്നാണ് വെളിവുണ്ടാകുക? ഇനിയും ധാരാളം വിപിന്മാർ ഇവിടെ ഉണ്ടാകും. പക്ഷേ അവരെല്ലാം തന്നെ അതൊക്കെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ളവരാവുകയും ചെയ്യും. ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്താർജിക്കുകയും ചെയ്യും. ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭൂതകാലത്തിലേക്കുള്ള മടക്കയാത്ര ഈ പാവങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട വിപിൻ, നിങ്ങളൊരു ജനതയുടെ പ്രതീകമാണ്. മുന്നോട്ട് തന്നെ പോവുക. ജാതിക്കും നിറത്തിനും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. അക്കൂട്ടത്തിൽ ഈ ലില്ലി എന്ന കൊച്ചു പൗരത്തെയും.